അങ്കമാലിയിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ ചുള്ളി റൂട്ടിലോട്ടോ ഈ തട്ടുപാറ തീർത്ഥാടന കേന്ദ്രം ഉള്ളത്. ഞാനിപ്പം അതിൻ്റെ മുകളിലോട്ടാണ് കയറി പോകുന്നത്. ഒത്തിരി പ്രശസ്തമൊന്നുമല്ല, എന്നാലും ഒരുപാട് പേര് കേട്ടറിഞ്ഞ് വരുന്ന സ്ഥലം കേട്ടോ. അടിപൊളി സ്ഥലമാണ്, കണ്ടില്ലേ? ചുറ്റും കാടാ. കാടിൻ്റെ ഇടയിൽ കൂടെ ആ പാറക്കെട്ടുകൾക്കിടയിൽ കൂടെയും ആ കുത്തുകല്ലുകൾക്കിടയിൽ കൂടെയൊക്കെ നമ്മൾ കയറി പോകുമ്പോൾ ഒരു തണുത്ത കാറ്റങ്ങ് വീശും. ഓഹ് എൻ്റെ പൊന്നോ, അടിപൊളി കേട്ടോ കയറി പോകാനായിട്ട്. ഇത് കയറി പോണ ആ സ്ഥലമാണ് ഈ കാണുന്നതൊക്കെ. കണ്ടില്ലേ, അടിപൊളിയാണ്. പിന്നെ തോമാശ്ലീഹയുടെ കാൽപാദമുദ്ര വളരെ വ്യക്തവും കൃത്യവുമായി പതിഞ്ഞ കാൽപാദമായതുകൊണ്ട് വിശുദ്ധൻ്റെ കാൽപാദം ആദ്യമായി വണങ്ങപ്പെട്ടത് തട്ടുപാറയിലാണെന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. നമുക്ക് ആ കാൽപാദം കാണാം കേട്ടോ. ഇതാണ് തോമാശ്ലീഹയുടെ കാൽപാദം പതിഞ്ഞ പാറ. കാണാൻ പറ്റും നമുക്ക്. ഇതിപ്പോൾ ഗ്ലാസ് ഇട്ട് വെച്ചേക്കുക. ഞാൻ ഒരു 3:30 ആയപ്പോഴാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് ഇച്ചിരി വെയിലുള്ളതുകൊണ്ട് കറക്റ്റായിട്ട് ഈ ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ ക്യാമറയിൽ പതിയണില്ല, പക്ഷേ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ കാൽപാദം അവിടെ പതിഞ്ഞിട്ടുണ്ട്. ഞാൻ പൗസ് ചെയ്ത് വെച്ച് കാണിച്ചു തരാം. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാൽപാദം കാണാൻ പറ്റും അല്ലേ? ഇവിടെ 2 തല കാണാം. നിഴലാട്ടോ ഞങ്ങളുടെ 2 പേരുടെ. ഈ കാണാൻ പറ്റില്ല എന്ന് പറയണ്ട കേട്ടോ. നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കാൽപാദം. പിന്നെ മേലോട്ട് പള്ളിയിലേക്ക് നമ്മൾ കയറി പോവാം. ഇതാണ് ആ പള്ളി, തട്ടുപാറ തീർത്ഥാടന കേന്ദ്രം. ഇവിടെ നിന്നുള്ള വ്യൂ പോയിൻ്റ് കാണണം. എൻ്റെ പൊന്നോ, അടിപൊളിയാട്ടോ. അങ്കമാലി, കാലടി, മഞ്ഞപ്പറ, നെടുമ്പാശ്ശേരി എയർപോർട്ട് വരെ ഇവിടെ നിന്ന് കാണാം കേട്ടോ. അടിപൊളി സ്ഥലമാണ്. പിന്നെ ഇതാണ് ശംഖുമുദ്ര എന്ന് പറയുന്നതും കൂടി ഈ പാറയിൽ അവിടെ ഇതുപോലെ കുറേ സ്ഥലത്തുണ്ട് കേട്ടോ ഈ മുദ്ര. ഇതേ സെയിം മുദ്ര തന്നെ, ശംഖുമുദ്ര. പിന്നെയുള്ളത് തോമാശ്ലീഹ വിശ്രമിച്ച ഗുഹയിലോട്ടുള്ള വഴിയാട്ടോ. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് തോമാശ്ലീഹ വിശ്രമിച്ച ഗുഹയിലോട്ടുള്ള വഴി. ഇച്ചിരി ദുർഘടം പിടിച്ച വഴിയാട്ടോ. ഒന്ന് കാലേറ്റിയാൽ താഴെ പോകും. പിന്നെ കൊക്കല്ലാക്കിയൊക്കെ ചാടുന്നത്. ഇതിലെങ്ങനെയാണ് തോമാശ്ലീഹ ഇറങ്ങിയപ്പോൾ എന്നുള്ള കാര്യം അറിയാൻ പാടില്ല. എന്തായാലും തെളിച്ചിപ്പോൾ ടഫാട്ടോ. തോമാശ്ലീഹ വിശ്രമിച്ച ഗുഹ AD 52 തോമാശ്ലീഹ കൊടുങ്ങല്ലൂർ വന്നെത്തുകയും 7 പള്ളികൾ സ്ഥാപിച്ച ശേഷം മലയാറ്റൂർ മലയിൽ എത്തുകയും അവിടെ നിന്ന് മലയോരങ്ങളിലൂടെ ഒട്ടകപ്പാതയിലൂടെ തട്ടുപാറയിൽ വന്നെത്തുകയും ചെയ്തു എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നല്ല പാറ കാണാം കേട്ടോ. പാറയല്ല, ഗുഹ കാണാം. കാണിച്ചു തരാം. ഇതാട്ടോ ആ ഗുഹ എന്ന് പറയുന്നത്. തോമാശ്ലീഹ വിശ്രമിച്ച ഗുഹ എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. പണ്ട് പട്ടാളക്കാർ ഭയന്ന് ഗുഹയിലിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അത് നേരമെന്നറിയില്ല. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഇതിലേക്ക് ഇവിടെ മൊത്തം ഇരുട്ടാട്ടോ. ഞാൻ മൊബൈലിൻ്റെ ക്യാമറയല്ല, ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് കയറണത്. കണ്ടില്ലേ? പറയുമ്പോൾ തന്നെ ഉള്ളിലോട്ട് നല്ല വിസ്തീർണ്ണം ഉണ്ട് കേട്ടോ. ഉള്ളിലൊക്കെ നല്ല ഏരിയ ഉണ്ട്. ഞാൻ കയറി കാണിച്ചു തരാം. ഇനി കണ്ടില്ലേ, നല്ല ഏരിയ ഉള്ള സ്ഥലമാണ്. ഇനി കയറി കഴിഞ്ഞാൽ വല്ലതും കടിച്ചെടുത്തുകൊണ്ട് പോകുന്ന വൈഫ് പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. പറയാൻ പറ്റില്ല, വലിയ പുലിമെന്ന് കടിച്ചുകൊണ്ട് പോയാലേ. ഇതാണ് ഗുഹ. ഇനി ഇതാട്ടോ തോമാശ്ലീഹ ആണ് കാണിച്ചു തരാം. എനിക്കന്നെയാണ് തോമാശ്ലീഹ. ഇനി നമുക്ക് മേലോട്ട് പോകാം, പള്ളിയിലേക്ക് പോകാം. ഇതാണ് തട്ടുപാറ തീർത്ഥാടന കേന്ദ്രം. 3/7/1925 ഈ പള്ളി ഇവിടെ സ്ഥാപിച്ചത്. കണ്ടില്ലേ? ഇതിൻ്റെ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ വന്നേക്കണം. മാങ്കപ്പാറ കിട്ടും കേട്ടോ പള്ളിയിൽ നിന്ന്. അതൊക്കെ കഴിച്ചിരിക്കാം. പിന്നെ അത് പറഞ്ഞത് ഒരു അസ്തമന സമയത്ത് വരുവാണെങ്കിലുണ്ടല്ലോ, എൻ്റെ പൊന്നോ, ആ സൂര്യൻ്റെ ചുമപ്പ് നിറമൊക്കെ വന്നിട്ട് പാറയിൽ നമ്മുടെ മേത്തും ഈ ഇലകളിലൊക്കെ അടിച്ച് ചുവന്ന മയമായിരിക്കും കേട്ടോ മൊത്തം. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഒരു സായാഹ്നം ചിലവഴിക്കാൻ പറ്റിയ അടിപൊളി തീർത്ഥാടന കേന്ദ്ര തട്ടുപാറ തീർത്ഥാടന കേന്ദ്രം. അപ്പം ഓക്കെ.